നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 28. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിലെ 3-ാം അധ്യായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് 28-ാമത്തെ ശ്ലോകം പറയണം. 27-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ പ്രാവശ്യം. താവൽ സംസാരചക്രേ അസ്മിൻ ഭ്രമതേ അജ്ഞാനത പുമാൻ യാവൽ കർണകഥാ നാസ്തി ശുഖശാസ്ത്രകഥാക്ഷണം എന്നുള്ളതിൻ്റെ അർത്ഥം പറയുണ്ടായി. ഇന്ന് നമുക്ക് 28-ാമത്തെ ശ്ലോകം നോക്കാം. 3-ാം അധ്യായം ഭാഗവത മാഹാത്മ്യത്തിൽ. കിം ശ്രുതേ ബഹുബി ശാസ്ത്രേ പുരാണേശ്ച ഭ്രമാവഹേ ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. കിം ശ്രുതേ ബഹുബി ശാസ്ത്രേ പുരാണേശ്ച ഭ്രമാവഹേ ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. എന്താ അതിനർത്ഥം പറയാ? ബഹുവിധം ഭ്രമങ്ങളെ ജനിപ്പിക്കുന്ന ബഹുശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ എന്നിവയെ കേൾക്കുന്നത് കൊണ്ട് എന്തു ബലം. അത് എല്ലാറ്റിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ശിവപുരാണത്തിലെ ആരാധ്യദേവൻ ശിവൻ, ദേവീ ഭാഗവത്തിലെ ദേവി, ഭാഗവത്തിലെ ഭഗവാൻ ശ്രീഹരി അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ, ഇത്ര വിചാരിച്ചാൽ മതി. എല്ലാം ഒന്നാണ് എന്നുള്ളൊരു ധാരണ വേണേനും. ഏതൊക്കെ ഒന്ന്? ശിവനും ദേവിയും വിഷ്ണുവും ഒന്ന്. കാരണം ശിവൻ വിഷ്ണു ഉള്ള സ്ഥലത്തൊക്കെ ദേവിയുണ്ട്. ദേവീനെ മഹാമായയായിട്ട് കാര്യസാധ്യതയ്ക്ക് വേണ്ടി ഉപകരിപ്പിക്കുന്നത് അജ്ഞാനം കൊണ്ടും, ശക്തിസ്വരൂപിണിയായിരിക്കുന്ന ഭുവനേശ്വരിയാണ് എനിക്ക് ശക്തി പ്രദാനം ചെയ്യണത് എന്ന് വിചാരിച്ചാൽ വിദ്യ കൊണ്ടാവുമ്പോൾ അത് വിദ്യ കൊണ്ടുമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ എല്ലാറ്റിലും അധമം, മധ്യമം, ഉത്തമം എന്നുള്ളതുണ്ട്. അപ്പോൾ ഭദ്രകാളി സേവ ചെയ്യണ്ടെന്ന് പറഞ്ഞില്ല. ഭദ്രകാളി സേവ ചെയ്യാം, അത് ഉത്തമത്തിലേ പാടുള്ളൂ. കാരണം ദേവീദേവന്മാർ അവതാരം ചെയ്യുന്നത് ദേവകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് വിചാരിച്ച് നമ്മൾ ചുവന്ന പട്ടൊക്കെ ഇട്ട് നാക്കൊക്കെ പുറത്ത് ഇട്ടിട്ട് കുറച്ച് ഇമിറ്റേറ്റീവ് ജ്വല്ലറിക്ക് ഇട്ടാൽ നമ്മൾ ഭഗവതി ആവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭഗവതി ചോര കുടിച്ചു അത് വിചാരിച്ചിട്ട് ഭഗവതിയുടെ വേഷം കെട്ടുന്ന ആൾ ചോര കുടിക്കേണ്ട ആവശ്യമില്ല. അത് അസ്ഥാനത്തായിട്ട് വരും. കാരണം ഇതൊക്കെ സനാതനധർമ്മത്തിൻ്റെ നാനാ വിഭാഗങ്ങളാണ്. ഒന്നിനെ എടുത്തിട്ട് ഒന്നിന് മെച്ചമുണ്ടെന്ന് പറയാൻ പാടില്ല. പക്ഷേ അത് ഈശ്വരനെ അനുമോദിക്കാം, ഈശ്വരനെ അനുകരിക്കരുത് എന്നുള്ള പ്രത്യയശാസ്ത്രപ്രകാരം നമ്മുടെ ഉള്ളിലുള്ള ശക്തിനെ, ഓജസ്സിനെ തേജസ്സാക്കാൻ സാധിച്ചാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ബഹുവിധം ബ്രഹ്മങ്ങളെ ജനിപ്പിക്കുന്ന ബഹുശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ എന്നിവയെ കേൾക്കുന്നത് കൊണ്ട് എന്ത് ബലം? ഇത് പറഞ്ഞാൽ ചിലവർ തെറ്റും. അസാറില്ല, തെറ്റിയോണ്ട് എനിക്ക് കുഴപ്പമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കേൾക്കുന്നത് കൊണ്ട് എന്ത് ബലം? ഭാഗവത ശാസ്ത്രം ഒന്ന് തന്നെ മുക്തിയെ നൽകുവാൻ സമർത്ഥമെന്ന് ഗർജിക്കുന്നു. എന്താ ഗർജിക്കുന്നു എന്ന് പറഞ്ഞാൽ? സിംഹഗർജനം. സിംഹം കരഞ്ഞു എന്ന് ആരും പറയില്ല. മനുഷ്യൻ ഗർജിച്ചാലും സിംഹം ഗർജിക്കണ കൂടുതലാവില്ല. അത് നരഹരിയായ തരക്കടില്ല. ശരിയാണ്. ഇനി ഈ നരഹരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം വേദാന്തപരമായിട്ട്. എന്താ അത്? ഭഗവതിക്ക് സിംഹത്തിൻ്റെ അരക്കെട്ടോടുകൂടിയവളെ എന്നൊരു നാമമുണ്ട്. അതായത് സിംഹത്തിൻ്റെ അരക്കെട്ട് വളരെ കുടുങ്ങിയതാണ്, ചെറുതാണ്. അതിൻ്റെ തലയോ വളരെ വലുതാണ്. അപ്പോൾ ശാസ്ത്രങ്ങൾ പറയാൻ ഉപയോഗിച്ച നാമം സിംഹത്തിൻ്റെ തലയല്ല,
ഇനി സിംഹത്തിൻ്റെ തല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സദാസമയത്തും ഈച്ചയും പ്രാണികളൊക്കെ വന്നിരിക്കണതാണ്. കാരണം എന്താ, അതിൻ്റെ സടയിലും ഒക്കെ രക്തമാണ് എല്ലാ സമയത്തും. ഒരു ബീബൽസാണ്. മനുഷ്യന് ഉത്തമാംഗം തലയാണ്. അപ്പോൾ സിംഹത്തിന് അതിൻ്റെ അരക്കെട്ടാണ്. ഇത് രണ്ടും ഭഗവാൻ തിരസ്കരിച്ചു. എന്നിട്ടോ സിംഹത്തിന് തലയെടുത്തു, മനുഷ്യൻ്റെ ഉടലും എടുത്തു. എന്ന് പറഞ്ഞാൽ ഈ അസുരനെ കൊല്ലാൻ ഉത്തമമായ അംഗങ്ങൾ വേണ്ടാന്നർത്ഥം. നിങ്ങൾക്ക് എത്ര ആൾക്ക് ഇത് രസിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. രസിക്കാൻ സാധിച്ചാൽ നിങ്ങൾ വിജയിച്ചു. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഭാഗവത ശാസ്ത്രം ഒന്ന് തന്നെ മുക്തിയെ നൽകുവാൻ സമർത്ഥമെന്ന് ഗർജിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്തായിരിക്കണം? മോക്ഷം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആസക്തികളില്ലാതെ കണ്ട് ഈശ്വരനെ പ്രാപിക്കാനുള്ള ആസക്തി ആവാം. അപ്പോൾ ആസക്തി എന്നുള്ള വാക്കിനല്ല കുഴപ്പം, ആസക്തി ഏതിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളതിനാണ് കുഴപ്പം. അത് കഴിഞ്ഞു. ഇനി 29. കഥാ ഭാഗവതസ്യ അഭി നിത്യം ഭവതി യദ്ഗൃഹേ തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. ചിലവർ പറയും, എനിക്ക് അമ്പലത്തിൽ പോയാലേ ഭക്തി ഉണ്ടാവുള്ളൂ, എനിക്ക് വീട്ടിലിരുന്ന ശ്രദ്ധ ഉണ്ടാവില്ല. അതിനർത്ഥം അവർ ഏകാഗ്രത ശീലിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഭാഗവത മാഹാത്മ്യം പഠിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം എന്താ, കഥാ ഭാഗവതസ്യ അഭി നിത്യം ഭവതി യദ്ഗൃഹേ തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. അതായത് യാതൊരാളുടെ ഗൃഹത്തിലാണ് നിത്യവും ഭാഗവത കഥാപ്രസ്താവം. ആ പ്രസ്താവം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രസ്താവിക്കുക എന്ന് പറഞ്ഞത് അർത്ഥസഹിതം മനസ്സിലാക്കണം. അർത്ഥസഹിതം മനസ്സിലാക്കിയാൽ ഞാൻ എൻ്റെ നാട്ടുകാരിനെ മനസ്സുകൊണ്ട് നമസ്കരിക്കണു. കാരണം എന്താ, ഇങ്ങനൊന്ന് ശാഠ്യം പിടിക്കാൻ ഭഗവാൻ തോന്നിച്ചു, അല്ലെങ്കിൽ കടപ്പുറമ്പത്തുകാവ് ഭഗവതി തോന്നിച്ചു. അപ്പം ഞാൻ അത് തിരസ്കരിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ എനിക്കതിന് വശംവദനാവേണ്ടി വന്നു. കാരണം എന്താ, ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ നമ്മൾക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിയാൽ എനിക്ക് ഈശ്വരൻ പണിഷ്മെൻറ്റ് തരും. കാരണം എന്താ, നിനക്ക് അറിയണ കാര്യമല്ലേ ചോദിച്ചത്, അതിലവർക്ക് സംതൃപ്തി ഉണ്ടായെങ്കിൽ ലെറ്റ് ഹർ ഹാവ് ദാറ്റ്, എന്താണെന്നാ പറയുക, ഗുഡ്നെസ്, ഗോഡ്ലിനെസ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. യാതൊരുവൻ്റെ ഗൃഹത്തിൽ നിത്യവും ഭാഗവത കഥാപ്രസ്താവം നടക്കുന്നുവോ ആ ഗൃഹം പ്രശസ്തമായ തീർത്ഥസ്ഥാനമാകുന്നു. എത്ര ചെറിയ ചറ്റക്കുടിലാണെങ്കിലും എത്ര വലിയ അരമനയാണെങ്കിലും ശരി, ഭാഗവതം അർത്ഥസഹിതം പ്രസ്താവിക്കപ്പെടുന്നില്ലെങ്കിൽ ദിനേ ദിനേ, എല്ലാ ദിവസവും, ഇത് ഞാൻ എഴുതിയതല്ല, ഇത് പത്മപുരാണത്തിലുള്ളതാണ്. അപ്പം ഭാഗവത മാഹാത്മ്യം പത്മപുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിലാണിത് പറഞ്ഞത്. അത് നമ്മൾ വായിക്കാണ്ട് പോയാൽ മോശമല്ലേ, അറിയാണ്ട് പോയാൽ മോശമല്ലേ. അപ്പോൾ യാതൊരാളാണോ ഇത് നിഷ്കർഷപൂർവം ഓരോ ദിവസവും കേട്ട് മനസ്സിലാക്കിയതിനെ നിത്യജീവിതത്തിലേക്ക് പ്രയോഗശാസ്ത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്, അവനെ ശാന്തി ഉണ്ടാവുള്ളൂ, അവനെ മോക്ഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ ഗൃഹത്തിൽ വസിക്കുന്നവരുടെ പാപം ആ കഥാശ്രവണത്താൽ നശിക്കുന്നു. ഗ്യാരണ്ടിയാണ്. ഏതൊരു വീട്ടിലാണ് ഭാഗവത പാരായണം പ്രസ്താവിക്കപ്പെടുന്നത്, അർത്ഥസഹിതം പ്രസ്താവിക്കപ്പെടുന്നത്, അത് ആ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അത്ര ആൾക്കും ഉപകാരമാവണമെന്നാണ്. കാരണം എന്താ, ഞാൻ പറയാം. ഇത് ഗൃഹനാഥയാണ് കേൾക്കണം വിചാരിക്കുക. അവർ കഞ്ഞും പുഴുക്കും ചോറും ഉണ്ടാക്കി കുട്ടികൾക്കോ ഭർത്താവിനോ കൊടുക്കുമ്പോൾ അവർക്ക് ഇതിൻ്റെ ഗുണം കിട്ടണം. നേരെ മറിച്ച് ഒരു പുരുഷനാണ് കേൾക്കണത് വിചാരിച്ചാൽ ഒരു വ്യക്തി എന്നാണ്. നേരെ മറിച്ച് ഒരു സ്ത്രീയാണ് കുടുംബം കൊണ്ട് നടത്തുന്നത്. ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നവർക്കും കട്ടൻ ചായ വാങ്ങി കുടിക്കുന്നവർക്കും ഊണ് കഴിക്കുന്നവർക്കും ഒക്കെ എന്തുണ്ട്, ഈ ഭാഗവതത്തിൻ്റെ രസാനുഭൂതി ഭഗവാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ ഗൃഹത്തിൽ വസിക്കുന്നവരുടെ പാപം ആ കഥാശ്രവണത്താൽ നശിക്കുന്നു. അപ്പോൾ കഥ പാരായണം ചെയ്തുകൊണ്ടായില്ല, അത് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അത് കഴിഞ്ഞ് 30-ാമത്തെ ശ്ലോകം.
അശ്വമേധസഹസ്രാണി വാജപേയശതാനി ച ശുഖശാസ്ത്രകഥായാശ്ച കലാം ന അർഹന്തി ഷോഡശീം. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. അശ്വമേധസഹസ്രാണി വാജപേയശതാനി ച ശുഖശാസ്ത്രകഥായാശ്ച കലാം ന അർഹന്തി ഷോഡശീം. 1000 അശ്വമേധയാഗം ചെയ്താലും 100 കണക്കിന് വാജപേയ യജ്ഞങ്ങൾ നടത്തിയാലും ശുഖശാസ്ത്രകഥയെ പോലെ ശുഖശാസ്ത്രകഥ എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൻ്റെ 16 ഒരംശം ആവണില്ല. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഭാഗവതത്തിൻ്റെ 16 ഒരംശം 1000 അശ്വമേധയാഗം കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇനി അതിനേക്കാൾ വലിയൊരു കാര്യം എന്ത് വേണം? മാക്സിമം നിങ്ങൾക്ക് എന്തേ വേണ്ടൂ? ഈ ഗ്രന്ഥം വാങ്ങുക, ഭാഗവത ഗ്രന്ഥം വാങ്ങുക. ഓരോ ശ്ലോകം വായിക്കണത് ശ്രദ്ധിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അത് ഒരു ദിവസം ചിലപ്പോൾ 1-2 പ്രാവശ്യം കേൾക്കേണ്ടി വരും. അപ്പോൾ വേറെ പണിയൊന്നും വേണ്ട. കാരണം ഇവിടെ പറയണ്ടായി അന്യശാസ്ത്രങ്ങൾ വായിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന്. ഭാഗവതം അർത്ഥതലം അറിയുന്ന അത്ര ഗുണം വേറെ ഒന്നുകൊണ്ടും ഉണ്ടാവണില്ല. അപ്പോൾ പിന്നെ 1000 അശ്വമേധങ്ങളും 100 വാജപേയങ്ങളും ഭാഗവത കഥയുടെ 16 ഒരംശം മാഹാത്മ്യത്തെ അർഹിക്കുന്നില്ല. വ്യാസർ പറഞ്ഞതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ ഇത് കേട്ടാൽ മതി. വ്യാസർ പറയണതിൽ നിങ്ങൾക്ക് താല്പര്യമില്ലേ? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ, എനിക്കല്ല. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തില്ല, നിങ്ങളെ കുറേ കൂടി ഇതിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. എന്നാൽ എനിക്കെന്താ ഗുണം? എൻ്റെ ഗുണം ആത്മവിശ്വാസം. എൻ്റെ ആത്മാവിൽ എനിക്ക് എത്ര വിശ്വാസമുണ്ടോ അത് ഇരട്ടിക്കും. പറഞ്ഞ പ്രശ്നമുണ്ടോ? അടുത്തത് 31-ാമത്തെ ശ്ലോകം. താവൽ പാപാനി ദേഹേ അസ്മിൻ നിവസന്തി തപോധനാഃ യാവന്ന ശ്രൂയതേ സമ്യക് ശ്രീമദ് ഭാഗവതം നരൈഃ. താവൽ പാപാനി ദേഹേസ്മിൻ നിവസന്തി തപോധനാഃ യാവന്ന ശ്രൂയതേ സമ്യക് ശ്രീമദ് ഭാഗവതം നരൈഃ. എന്താ പറഞ്ഞത്? ഹേ തപോധനന്മാരെ, ഞാനല്ല പറഞ്ഞത്, പിന്നെ എന്താണ് പറയുക, 4 ശ്രേഷ്ഠന്മാരുണ്ട്, സനകാദികളാണ് പറഞ്ഞത്. ഹേ തപോധനന്മാരെ, മനുഷ്യർ ഏതു കാലം വരെ ശ്രീമദ് ഭാഗവതത്തെ സാദരം ശ്രവിക്കാതെയിരിക്കുന്നുവോ? നെഗറ്റീവാട്ടോ പറഞ്ഞത്. നിങ്ങൾ ഏത് കാലം വരെ ഭാഗവത സാരം ഗ്രഹിക്കാണ്ട് മനസ്സിലാക്കാതെ കൊണ്ടിരിക്കുന്നുവോ ആ കാലം വരെ മാത്രമേ അവരുടെ ശരീരത്തിൽ പാപബാധ ഉണ്ടാകുകയുള്ളൂ. പാപബാധ എല്ലാവരിലും ഉണ്ട്. ഏതുവരെ? ശ്രീമദ് ഭാഗവതം പഠിക്കാൻ തുടങ്ങുന്നത് വരെ. ശ്രീമദ് ഭാഗവതം പഠിക്കാൻ തുടങ്ങിയാൽ പാപഭാരം നശിച്ചു. അപ്പോൾ ഭാഗവതം കേൾക്കുന്ന ഒരുവൻ്റെ ശരീരത്തെ ബാധിപ്പാൻ പാപങ്ങൾക്ക് ശക്തിയില്ല. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ മാറി നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഈ തുളസീദളം പിന്നെ എല്ലാം നോണ്ടി നോക്കും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇന്നലെ കർക്കിടകം 1-ാം തീയതി ആവുമ്പോൾ ഇതുവരെ കാണാത്ത ആൾക്കാരുടെ പേരൊക്കെ കണ്ടു. അതായത് ഈ ഗ്രൂപ്പിലെ മറ്റുള്ള ആൾക്കാർ അപ്പോഴാണ് രംഗത്ത് വരുന്നത്. കാരണം അവർക്കറിയാം കർക്കിടക മാസം 1-ാം തീയതി നമ്മൾ പോകണം എന്നുള്ളതേ അവർ മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാവരുത്, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഭാഗവതം ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ സ്വന്തം കയ്യിൻ്റെ ഉള്ളംകൈയിൽ കരതലമാകുന്ന പോലെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെ അനുഭവിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് ഭാഗവതം പഠിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള ഒരു ക്വാളിഫിക്കേഷനും ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ധൈര്യം നിങ്ങളെ ആശ്വസിപ്പിക്കാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഹേ തപോധനന്മാരെ, മനുഷ്യർ ഏതു കാലം വരെ ശ്രീമദ് ഭാഗവതത്തെ സാദരം ആദരവോടുകൂടി ശ്രവിക്കാതെ ഇരിക്കുന്നുവോ
അപ്പോൾ വെറുതെ കേട്ടിട്ട് കാര്യമില്ല. ആദരവില്ലാതെ കൊണ്ട് ഞാൻ ജനിച്ച ദിവസം മുതൽക്ക് കേൾക്കുന്നുണ്ടോയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിന് ലായ്ക്കല്ല. ആദരവോട് കൂടിയിട്ട് നിങ്ങൾ എന്നാ തുടങ്ങിയത്? അന്ന് മുതൽക്കുള്ളത് ഈ മീറ്റർ ചാർജ് ചെയ്യാമെന്ന് പറയാം അല്ലേ? സ്പീഡാ മീറ്റർ ആണെങ്കിലും ഓട്ടോറിക്ഷയിൽ പൈസ തരാനുള്ള മീറ്റർ ആണെങ്കിലും ഇപ്പൊക്കെ ഡെഡാണ്, സാരമില്ല. എന്നാലും ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ ATM കാർഡിൽ നിന്ന് കാശ് എടുത്താൽ ഉടനെ നമുക്ക് മെസ്സേജ് വന്നു, നിങ്ങൾ ഇത്ര എടുത്തു, നിങ്ങളുടെ ബാലൻസ് ഇത്രയാണ്. അപ്പോൾ ഭാഗവതം ശരിയായ രീതിയിൽ പഠിക്കാത്തോടത്തോളം കാലം നിങ്ങൾക്ക് എന്തില്ല, ഡെബിറ്റ് മാത്രമേ ഉള്ളൂ, ക്രെഡിറ്റ് ഉണ്ടാവണില്ല. ക്രെഡിറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സർവശാസ്ത്രങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ ഭാഗവതം അർത്ഥം സഹിതം പഠിച്ചാൽ പോരാ, പഠിച്ചത് ജീവിതത്തിലേക്ക് പകർത്തണം. ജീവിതത്തിലേക്ക് പകർത്താത്ത ഒരു പ്രത്യയ ശാസ്ത്രത്തിനും നിൽക്കക്കള്ളില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ മനുഷ്യൻ ഏതുകാലം വരെ ശ്രീമദ് ഭാഗവതത്തെ സാദരം ശ്രവിക്കാതെ കണ്ടിരിക്കുന്നുവോ ആ കാലം വരെ മാത്രമേ അവരുടെ ശരീരത്തിൽ പാപബാധ. അപ്പോൾ പിന്നെ ഏലസൊന്നും കെട്ടേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഞാൻ തമാശ രൂപത്തിലല്ല നിങ്ങളോട് സംസാരിക്കുന്നത്, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ്. പക്ഷേ ഞാൻ ചിരിച്ചുകൊണ്ട് പറയണമെന്ന് മാത്രം. കാരണം നമ്മളൊരു 4-5 കളറ് ചരട് കൈ കെട്ടിയിട്ട് കാര്യമില്ല. ഭാഗവത ശാസ്ത്രം അറിയില്ലെങ്കിൽ, ഞാൻ അത്രേ പറഞ്ഞുള്ളൂ, ഭാഗവത ശാസ്ത്രം അറിഞ്ഞാൽ പിന്നെ ചരടിൻ്റെ ആവശ്യമില്ല, അതുവരെയും ആവശ്യമില്ല. കാരണം അതുകൊണ്ട് ബാധകതകൾ പോണില്ല. ഒരാൾ മന്ത്രം ജപിച്ച് തന്നാൽ അതൊരു താൽക്കാലികമാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരുന്നിൻ്റെ പ്രവൃത്തി 2 തരത്തിലാണ്. മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും. അപ്പം ഞാൻ ആരോഗ്യവാനായി എന്നുള്ള തെറ്റിദ്ധാരണയിൽ 5 പ്രാവശ്യം ഒരു ദിവസം 5 പ്രാവശ്യം 3 പ്രാവശ്യം മിനിമം മട്ടനും ചിക്കനും തിന്നാൽ അത് നമ്മുടെ ശരീരത്തെ തളർത്തുള്ളൂ. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു തലയിലടിക്കുന്ന പൗഡറിനും മുഖത്തിടുന്ന ഫേഷ്യൽ അതിലൊക്കെ ക്യാൻസർ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമ്മൾക്കതൊന്നും പ്രശ്നമല്ല. നമ്മൾക്ക് എങ്ങനെയെങ്കിലും കുറച്ച് മുഖകാന്തി കൂട്ടണം, നമ്മൾക്ക് എങ്ങനെയെങ്കിലും തല കറുപ്പിക്കണം എന്ന് മാത്രമേ താല്പര്യമുള്ളൂ. ക്യാൻസർ എത്ര ആൾക്ക് വരുന്നു സാറേ? പട്ടാമ്പി സാർ എന്തിനാ ഭ്രാന്ത് പറഞ്ഞത്? ഞാൻ ഭ്രാന്തല്ല പറഞ്ഞത്. നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് അല്ലേ, അവരവർ സൂക്ഷിച്ചാൽ അവരവർക്ക്, മറ്റുള്ളവർക്ക് ഒരിക്കലും ഭാഗവതത്തിലെ ധർമ്മ പ്രവചനങ്ങളെ താരതമ്യം ചെയ്യരുത്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് അവരവരുടെ പോരായ്മകൾ മാറ്റുക എന്നല്ലാണ്ട് വേറൊരാളുടെ പോരായ്മകൾ മാറ്റാനുള്ളതല്ല, നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഭാഗവതം കേൾക്കുന്ന ഒരുവൻ്റെ ശരീരത്തെ പാപങ്ങൾക്ക് ബാധിപ്പാൻ ശക്തിയില്ല എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം 32. ന ഗംഗാ ന ഗയാ കാശി പുഷ്കരം ന പ്രയാഗകം സുഖശാസ്ത്രഗതായാശ്ച ഫലേന സമതാം നയേത്. ന ഗംഗാ ന ഗയാ കാശി പുഷ്കരം ന പ്രയാഗകം സുഖശാസ്ത്രഗതായാശ്ച ഫലേന സമതാം നയേത്. എന്താ അർത്ഥം? ഗംഗ, ഗയാ, കാശി, പുഷ്കരം, പ്രയാഗം മുതലായ പുണ്യനദികൾ, പുണ്യക്ഷേത്രങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, പുണ്യതടാകങ്ങൾ ഇവയ്ക്കൊന്നിനും ഭാഗവതത്തിന് തുല്യമായ മാഹാത്മ്യമില്ലാണ്. എന്നാൽ ഈ പറയുന്ന സ്ഥലത്ത് ഭാഗവതം വായിക്കണ്ടെന്ന് പറഞ്ഞില്ല. ഭാഗവതം അർത്ഥസഹിതം സ്വന്തം കുടിലിൽ ഇരുന്ന് വായിച്ചാൽ നമ്മൾക്ക് പാപം ഇല്ലാതെ ഉണ്ടാവും. അപ്പോൾ വേദാന്ത കീർത്തനം പറഞ്ഞിട്ട് സനാതന ധർമ്മത്തിൽ ഒന്നുണ്ട്. അതിലെന്താ ചോദിക്കുന്നത്? ഗംഗയിൽ 100-150 പ്രാവശ്യം മുങ്ങുന്ന ആൾക്കാരുണ്ട് മത്സ്യം പിടിക്കാൻ. അവർക്ക് എന്തുകൊണ്ടാണ് മോക്ഷം കിട്ടാത്തത്? അവർ വിശപ്പടക്കാനും ജീവിതചര്യയ്ക്ക് ഉതകുന്ന കാശുണ്ടാക്കാനും മത്സ്യം വാങ്ങണോ, വെക്കണോ, കഴിക്കണോ, വിൽക്കണോ എന്നല്ലാണ്ട് ഗംഗയാണ് പാപങ്ങളെ ഹരിക്കാൻ സാധിച്ചതാണെന്നുള്ള സുഖശാസ്ത്ര കഥാബോധം അവർക്ക് ഇല്ലാതെ കണ്ടാവുകയാണ്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയോ അറിയില്ല, ഈ പറച്ചുപെറ്റ് വന്തരകുലത്തിലെ പാക്കനാരുടെ കഥയെപ്പോലെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ അവർ വലിയ മഹാന്മാരാണ്.
അതായത് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ രാജാക്കന്മാരെ അരിയിട്ട് വാഴിക്കാൻ നിയോഗിച്ചിട്ടുള്ള കുടുംബക്കാരാണ്. കുറേ ആൾക്കാർക്ക് ഇത് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു മഹാൻ കാശിക്ക് പോകുമ്പോൾ അവിടുത്തെ കന്നുകാലികളെ നോക്കുന്ന ഒരാൾ ഒരു മുടിയൻ കോൽ കൈ കൊടുത്തു. നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട്, തമ്പുരാന് പിടിക്കാനുള്ളതല്ലേ, അല്ലെങ്കിൽ തമ്പുരാന് കൊടുക്കാനല്ലേ. പറഞ്ഞു ഇത് കാശിയിൽ കൊണ്ടുപോയി ഗംഗയിൽ നിന്ന് മുക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കാശി പോയി മുക്കിയോട് കൂടിയിട്ട് കയ്യിൽ നിന്ന് വഴുതി പോയത്. അദ്ദേഹത്തിന് ഭയങ്കര നിരാശയുണ്ടായി. ഈ ഒരു മുടിയൻകോല് എനിക്ക് സൂക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ. അങ്ങനെ ഇദ്ദേഹം മടങ്ങി വന്ന് തൻ്റെ കാര്യസ്ഥനോട് പറയാണ്, ഇങ്ങനൊരബദ്ധം പറ്റി, ഇപ്പം എന്താ ചെയ്യുക, വേറെ 2 വാങ്ങാം നമുക്ക് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് ആ കന്നിനെ നോക്കുന്ന ആൾ പറഞ്ഞു, തമ്പുരാൻ അതിനെപ്പറ്റി അങ്ങക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മുടിയൻകോല് ഗംഗയിലാണ് പോയത് വെച്ചാൽ അതെനിക്ക് ഇവിടെ കിട്ടും എന്ന് പറഞ്ഞ് അവർ ഈ കന്നുകളെ കുളിപ്പിക്കുന്ന ചണ്ടിക്കുളത്തിൽ മുങ്ങി ഭഗവതിയോട് പ്രാർത്ഥിച്ചു. ഏത് ഭഗവതി? ഗംഗാ ഭഗവതിയോട്. അയാൾക്ക് മുടിയൻകോല് കിട്ടിയെന്നാണ് കഥ പറയുന്നത്. ഈ കഥ എന്തിനാ? ഈ അണ്ടർഗ്രൗണ്ട് വാട്ടറൊക്കെ ഒന്ന് തന്നെയാണല്ലോ അല്ലേ. സമുദ്രത്തിലത്തെ വെള്ളം ഉപ്പുരസമാണെങ്കിലും സമുദ്രതീരത്ത് അടുത്ത് കിണർ കുഴിച്ചാൽ അതിലത്തെ വെള്ളത്തിന് ഉപ്പുരസമില്ലല്ലോ, തോട്ടിലുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം. സൂര്യൻ സമുദ്രജലത്തെ ആണ് ഭൂഭൂരിപക്ഷം അല്ലേ, ശുദ്ധജല തടാകത്തിലല്ല. ഭൂഭൂരിപക്ഷം ഉപ്പ് വെള്ളം ആണ് തൻ്റെ കിരണങ്ങളെ കൊണ്ട് ആവിയാക്കി കൊണ്ടുപോകുന്നത്. പക്ഷെ മഴ പെയ്യുമ്പോൾ ആ ഉപ്പുരസം കാണാനില്ലല്ലോ. ഇത്ര വലിയ എമൗണ്ട് ശുദ്ധജലം പ്യൂരിഫൈ ചെയ്യണതാരാ? ഏത് മെഷീനിലാണ്? ഇപ്പോൾ നമ്മൾ ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം, അവിടുത്തെ ചില കാര്യങ്ങൾക്ക് ഈ ഉപ്പുവെള്ളം പ്രോസസ്സ് ചെയ്തിട്ടാണ് ഗാർഡനൊക്കെ നനയ്ക്കുന്നത്. കാരണം ഉപ്പുവെള്ളം നേരെ ഗാർഡനിൽ അപ്ലൈ ചെയ്താൽ മരങ്ങളൊക്കെ വാടിപ്പോവും, ഉണങ്ങിപ്പോവും. അപ്പോൾ ഇതൊരു സയൻസാണ്. ഈ പ്രത്യയശാസ്ത്രം അഹങ്കാരോ തെറ്റിദ്ധാരണകളോ അബദ്ധങ്ങളോ അല്ല എന്ന് മാനവ മനസ്സിൽ എന്ന് മനസ്സിലാക്കണോ അന്ന് മനുഷ്യന്മാർ നന്നാവും. അല്ലാതെ കണ്ട് നമ്മൾ എന്തുണ്ടാക്കിയിട്ടും യാതൊരു കാര്യമില്ല. ഒന്നാമത് ഈ നിഷ്കാമകർമ്മം ചെയ്യൂ. എനിക്ക് നിഷ്കാമകർമ്മം ചെയ്യുന്ന ജ്ഞാനികളെയാണ് എനിക്ക് കൂടുതൽ അടുപ്പം എന്ന് ഭഗവാൻ ഗീതയിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് അർത്ഥേഷുക്കളെ എന്താ പറയുക, 4 തരം ആൾക്കാരുണ്ടെന്നാണ് പറയുക. അർത്ഥേഷുക്കൾ, ആർത്തന്മാർ, ജിജ്ഞാസുക്കൾ, ജ്ഞാനികൾ. ജിജ്ഞാസുകൾ എന്താ ചെയ്യുക? അവിടെ പറഞ്ഞതും ഇവിടെ പറഞ്ഞതൊക്കെ മനസ്സിലാക്കിയിട്ട് വിളമ്പും. പക്ഷേ അവർക്കത് കൺവിൻസ് ആയിട്ടുണ്ടാവില്ല. അവർക്ക് കൺവിൻസ് ആവാത്തവർക്ക് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ഒരമ്മ തൻ്റെ അസുഖമുള്ള കുട്ടീനെ പരിരക്ഷിക്കുന്ന പോലെ ഒരു നേഴ്സ് ഇപ്പോഴും നല്ല ആദര ശുശ്രൂഷയിൽ വൈദഗ്ധ്യമുള്ള നേഴ്സുമാരുണ്ട്. പക്ഷേ കൂലിക്ക് വേണ്ടിയിട്ട് അല്ലേ, കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഉദരംബരികളായിട്ട് ശുശ്രൂഷയ്ക്ക് വരുന്നവർ അവരെ കൊണ്ട് രക്ഷയില്ല. ഉദരംബരികളായിട്ട് ആ വാക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഭാഗവതം ഉദരംബരികളായിട്ട് ക്രയവിക്രയം ചെയ്യുന്നവർക്ക് ഭക്തി ഉണ്ടാവില്ല. അവരിൽ നിന്ന് കേട്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം അവർക്കിതൊന്നും പറയാനുള്ള ക്ഷമയില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് മൈ ഏജ്, ഇറസ്പെക്റ്റീവ് ഓഫ് മൈ സർക്കംസ്റ്റാൻസസ്, ഇതൊന്നും വകവയ്ക്കാതെ കണ്ട് 1 മണിക്കൂർ നിങ്ങൾക്ക് ഈ ഒരു വിഭവം നിങ്ങളുടെ അടുത്ത് എത്തുന്നുണ്ടെങ്കിൽ എനിക്ക് അതിലുള്ള ശ്രദ്ധ, എനിക്ക് അതിലുള്ള സന്തോഷം, എനിക്ക് പേ ബാക്ക് എന്താ കിട്ടുന്നത്? ആത്മനിർവൃതി. അപ്പോൾ നമ്മൾ ഈ കുളിച്ച് വെള്ളം കൊടുക്കുമ്പോൾ
മഹാന്മാർ പറഞ്ഞു തരും. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. കാരണം നമ്മൾക്ക് ഏതെല്ലാം തരത്തിൽ ഗുരുസ്ഥാനീയന്മാരുണ്ട്, നമുക്ക് എഴുതി വെച്ചാൽ തീരില്ല. അവർക്കൊക്കെ നിർവൃതി ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ് വെള്ളം കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ആദിവ്യാധികളോടുകൂടി അരഞ്ഞു തിരിയുന്ന ഭൂതപ്രേത പിശാചുക്കളുടെ നിവൃത്തിക്ക് വേണ്ടി ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് ഒരു 3 കുത്ത് വെള്ളം നിങ്ങൾ തുളസിത്തറയിലോ ബാത്റൂമിലോ കിഴക്കോട്ട് തിരിഞ്ഞ് കൊടുക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അജഗജാന്തരം, അതായത് ആട് മുതൽ ആന വരെ, അജഗജൻ, അജം ഗജം, അജം എന്ന് പറഞ്ഞാൽ ആട്, ഗജം എന്ന് പറഞ്ഞാൽ ആന, അജഗജാന്തരം വ്യത്യാസം ഉണ്ടാവും. ശാന്തിയും സമാധാനം. കാരണം ഏതെല്ലാം പുണ്യാത്മാക്കളാണ് പാമ്പായിട്ടും ചേരയായിട്ടും നീർക്കോലിയായിട്ടും ആനയായിട്ടും ആടായിട്ടും നായയായിട്ടും പട്ടിയായിട്ടും കൃമികളായിട്ടും ജന്മം എടുക്കുന്നത്, അതിൽ പെട്ടു. ഏത് ഈ പ്രപഞ്ചത്തിൽ ഗതി കിട്ടാതെ കണ്ട് അലയുന്ന ഭൂതപ്രേത പിശാചുക്കളുടെ നിർവൃതിക്കായി. അപ്പോൾ ആ വാക്കുകളുടെ ഒരു ബേസ്, അതിൻ്റെ ഒരു ഡെപ്ത്നെസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ടിപ്സാണ്. ഇപ്പോൾ ഏത് ഗ്രന്ഥത്തിലാണെന്ന് ചോദിക്കരുത്, മഹാന്മാർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. ഞാനത് അനുവർത്തിക്കണു, അതിൻ്റെ ഗുണം എനിക്കുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ എല്ലാറ്റിനും ഒരു പരിപക്വതാവസ്ഥ വരുമ്പോഴാണ് ഇതിന് ഫലം ഉണ്ടാവുള്ളൂ. പരിപക്വതാവസ്ഥ, നമ്മുടെ പാപങ്ങൾ തീരാതെ കണ്ട് പുണ്യങ്ങൾ അനുഭവിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ തല കുടുങ്ങിയിട്ട് വാലിട്ട് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. തല ഊരിയാലല്ലേ പ്രാണൻ കൈ കിട്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് മനസ്സിലാകണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഗംഗ, ഗയ, കാശി, പുഷ്കരം, പ്രയാഗം മുതലായ പുണ്യനദികൾ, പുണ്യക്ഷേത്രങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, പുണ്യ തടാകങ്ങൾ, ഇവയ്ക്ക് ഒന്നിനും ഭാഗവതത്തിന് തുല്യമായ മാഹാത്മ്യമില്ല എന്നാണ് പറഞ്ഞത്. അത് ഇനി നിങ്ങൾ കുറച്ചുകൂടി ഈ കഥ പുരോഗമിക്കുമ്പോൾ മനസ്സിലാക്കും. ഒരാളുടെ പ്രേതത്തിന് മോക്ഷം കിട്ടാൻ വേണ്ടി 100 ഗയാശ്രാദ്ധം ചെയ്തു, എന്നിട്ടും മുക്തി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഈ ഗയാശ്രാദ്ധം ചെയ്ത ആൾ അമ്പരക്കാണ്. ആ കഥ വരും, അപ്പോൾ പറയാം. അപ്പോൾ ഇതൊക്കെ എന്തിനാ പ്രിയാമ്പിളായിട്ട് പഠിക്കണത്? പ്രിയാമ്പിളില്ലാതെ കൊണ്ട്, അതായത് ഫൗണ്ടേഷൻ നന്നാവാതെ കൊണ്ട് നമ്മൾക്ക് നല്ല വീടുകൾ വയ്ക്കാൻ പറ്റില്ല. ഇന്നലെ മഴയത്ത് പാലക്കാട് സെമ്പേർ ഒരു അമ്മയുടെ മകൻ്റെയും ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു. എന്താ, മഴയത്ത് ഒറ്റമുറി വീട് ചുമർ ഇടിഞ്ഞു വീണു, ഇവർ ഉറങ്ങുന്നവരുടെ മേത്തേക്കാണ് വീണത്. ആ അമ്മയുടെ മുഖം കണ്ടവർക്ക് മറക്കാൻ പറ്റില്ല. അവർ ഹേമമാലിനി ആയിട്ടല്ല, ഹേമമാലിനി ആവേണ്ട ആവശ്യമില്ല. അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. ഒരു സ്ത്രീയുടെ മുഖത്തിനുള്ള കാന്തി ആ സ്ത്രീയുടെ സ്ത്രീത്വമാണ്, ഐശ്വര്യമാണ്. അതേമാതിരി ആ മകൻ ഒരു ടെമ്പററി ആയിട്ട് ഒരു ബസ്സിൽ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ മറ്റുള്ളവരുടെ വ്യഥകൾ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കണില്ലെങ്കിൽ അതിന് കാരണം നമ്മൾ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുന്നു. മറ്റുള്ളവൻ്റെ വ്യഥകൾ നമ്മുടെ വ്യഥയായിട്ട് കണക്കാക്കാൻ സാധിച്ചാൽ മാത്രമേ ഭഗവത്ഗീതയിൽ അർജുനൻ്റെ വിഷാദരോഗം വായിച്ചാൽ എൻ്റെ വിഷാദമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ വായിച്ചിട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അർജുനൻ്റെ തലവേദന എന്തിനാ എനിക്ക് എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായി. അപ്പോൾ ഈ കഥയിലുള്ള സംവാദങ്ങൾ കേൾക്കുന്ന ആൾ ഞാനാണ് എന്നൊരു ബോധം വേണം. അപ്പോൾ എൻ്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. ആത്മീയ പുരോഗതി അല്ലാണ്ട് ആധ്യാത്മിക പുരോഗതി അല്ലാതെ കണ്ട് ലൗകിക പുരോഗതിക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം എന്താ, അതല്ലാതെ കണ്ട് തന്നെ നായ്ക്കൾ മൈഥുനം ചെയ്യണില്ലേ, അവരാഹരിക്കണില്ലേ, അവർ കിടന്നുറങ്ങണില്ലേ, ആട്ടിയാലും പിന്നെയും വരും അവരല്ലേ, തല്ല് കൊണ്ടാലും വരും. പക്ഷെ നമുക്കതേ പറ്റുമോ? ആത്മാഭിമാനം ആർക്കേ ഉള്ളൂ? മനുഷ്യനേ ഉള്ളൂ. ദുരഭിമാനം അല്ല കേട്ടോ. ആത്മാഭിമാനം വേറെ, ദുരഭിമാനം വേറെ.
ഞാൻ ശരീരമാണ്, ഞാൻ ഇന്ന പദവിയിലുള്ള ആളാണ്, ഞാൻ ഇന്ന തറവാട്ടിലത്തേതാണ് എന്ന് പറഞ്ഞതാണ് ശരീരാഭിമാനം. നേരെ മറിച്ച് ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ കുചേലനെയും അതേമാതിരി രാമായണത്തിലെ എന്താ പറയുക വിഭീഷണനെയും ഭരതനെയും പോലെ അല്ലെങ്കിൽ മറ്റേ ജടായുവിനെ പോലെയും ഒക്കെ ആവണം. കാരണം തനിക്ക് രാവണൻ്റെ കയ്യിലുള്ള പിന്നെന്താണെന്നാ പറയുക വലിയൊരു പരമശിവൻ കൊടുത്തിട്ടുള്ളൊരു ആയുധമുണ്ട്, മനസ്സിലായില്ലേ? അതിൻ്റെ മുമ്പിൽ ഞാൻ മരിച്ചാലും ദശരഥൻ്റെ മരുമകളായ സീതാദേവീനെ ഒരുത്തൻ കട്ടുകൊണ്ടു പോകുമ്പോൾ ഞാൻ പോരിന് പോന്നവനല്ലെങ്കിലും ഞാൻ തടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ആ രാജാവിൻ്റെ പിന്നെന്താണെന്ന് പറയാം പ്രജയായിട്ട് അറിയപ്പെടുന്നതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് തൻ്റെ പക്ഷപുടങ്ങൾ പോയാലും എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തത്. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ്റെ മടിയിൽ തലവെച്ച് കിടന്ന് മരിക്കാൻ ആർക്ക് പുണ്യം കിട്ടി? ജടായുവിന് പുണ്യം കിട്ടി. മകനില്ലെങ്കിൽ പും എന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തില്ല എന്നുള്ള ശാസ്ത്രം മനസ്സിലാക്കിയിട്ടാണ് ദശരഥ മഹാരാജാവ് കുട്ടി ഉണ്ടാവാൻ വേണ്ടി യജ്ഞം നടത്തിയത്. അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടി യജ്ഞം ചെയ്തെങ്കിലും 4 കുട്ടികളുണ്ടായി. ആ 4 കുട്ടികൾ മരണസമയത്ത് ഉണ്ടായിരുന്നു. നമ്മൾ രാമായണം പഠിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ശാസ്ത്രവശങ്ങളെന്താ? ശാസ്ത്രങ്ങൾക്ക് എന്തെല്ലാം കരിഷ്മകളുണ്ട്, എന്തൊക്കെ അസാധ്യമായിട്ടുള്ളത് സാധ്യമാക്കാൻ പറ്റും. ശാസ്ത്രബോധമില്ലാത്ത എൻജിനീയർ പാലം പണിതാൽ നിൽക്കുമോ? ശാസ്ത്രബോധമില്ലാത്ത ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്താൽ കാര്യം നടക്കുമോ? ശാസ്ത്രബോധമില്ലാത്ത വ്യക്തി പൂജിച്ചാൽ പൂജ ഗംഭീരമാവുമോ? ചോദിച്ചതിന് സമ്മാനം നിങ്ങൾ പറയണം. ഐ ആം സോറി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഭാഗവത പാരായണത്തിനേക്കാൾ ഭാഗവതം അർത്ഥം അറിഞ്ഞ് നമ്മുടെ മനസ്സിലുള്ള വൈകല്യങ്ങളെ മാറ്റാൻ സാധിച്ചുവോ സാധിച്ചില്ലേ എന്നുള്ളത് വേറൊരാൾക്കറിയില്ലല്ലോ, അവരവർക്കല്ലേ അറിയുള്ളൂ. എൻ്റെ പോരായ്മകൾ എത്ര ശതമാനം എനിക്ക് മാറ്റാൻ പറ്റി, അപ്പോഴാണ് എനിക്ക് കൂടുതൽ ശാസ്ത്രോക്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. അതാണ് ഇനി അടുത്ത ശ്ലോകങ്ങൾ 33 പറയണു. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോത്ഭവം പടസ്വ സമുഖേനൈവ യദീച്ഛസി പരാം ഗതിം. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോത്ഭവം പടസ്വ സമുഖേനൈവ യദീച്ഛസി പരാം ഗതിം. ഭാഗവതത്തിലുള്ള ഒരു പദ്യമോ അതിൻ്റെ അർദ്ധാംശമോ അരശ്ലോകമോ ഒരു പദമോ സമുഖത്താൽ തന്നെ ഉച്ചരിക്കുക. സ്വന്തം മുഖം കൊണ്ട് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ ടേപ്പ് റെക്കോർഡും മൊബൈലും യൂട്യൂബും പോരാ. ഞാൻ പറയണത് നിങ്ങൾക്ക് ഹൃദ്യസ്ഥമാവണമെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കണം. പഠിക്കാണ്ട് എങ്ങനെ? പഠിക്കാണ്ട് എഞ്ചിനീയർ ആവില്ല, പഠിക്കാണ്ട് ഡോക്ടർ ആവില്ല, പഠിക്കാണ്ട് ഡ്രൈവർ ആവില്ല, പഠിക്കാണ്ട് മാല കെട്ടാൻ പറ്റില്ല, പഠിക്കാണ്ട് തൂത്തുവാരാൻ പറ്റില്ല. ഈ ഈ ഭൂമണ്ഡലത്തിൽ ഒരു വിദ്യയും മോശമല്ല. അവനവൻ്റെ വീട് പൂജാമുറി മാത്രമല്ല, അവനവൻ്റെ അടുക്കള, അവനവൻ്റെ കക്കൂസ്, അവനവൻ്റെ ബാത്റൂം വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ കാശിന് വേണ്ടി വൃത്തിയാക്കണതും അവരവർ വൃത്തിയാക്കണം കൂടി വ്യത്യാസമില്ലേ? ടെൽ മീ ഫ്രാങ്ക്ലി. നിങ്ങൾക്ക് എന്നോട് സംവദിക്കാം. നിങ്ങളുടെ കമൻസ് നിങ്ങൾക്ക് കമൻസ് ചെയ്യാം. സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ചോദിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭാഗവതത്തിലുള്ള ഒരു പദ്യമോ അതിൻ്റെ അർദ്ധാംശമോ ഒരു പദമോ സ്വമുഖത്താൽ തന്നെ ഉച്ചരിക്കുക. അതിനാണ് ഞാൻ എപ്പോഴും പറയണത്, നാമം ചൊല്ലൂ. നാമിയുടെ ഗുണഗണങ്ങൾ നമ്മൾക്ക് ഉണ്ടാവണമെങ്കിൽ നാമം ചെല്ലണം. ആ നാമം അവരവർ ചെല്ലണം. ഇല്ല, ഞാൻ പുഷ്പാഞ്ജലി ചെയ്തിട്ടുണ്ട്. നോ, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്കൗട്ട്. ഇനിയിപ്പോൾ ക്ഷേത്രക്കാരോ പൂജാരിമാരോ എന്നോട് യുദ്ധം ചെയ്യാൻ വന്നാലും ഞാനിത് പറയാതെ ഇരിക്കില്ല. ഞാൻ അവർക്ക് ജോലി വേണ്ടെന്നല്ല പറഞ്ഞത്, അവർക്ക് കാശ് കിട്ടണ്ടെന്നല്ല പറഞ്ഞത്.
അവർക്ക് കാശ് കിട്ടാനാണ് പഞ്ചയജ്ഞത്തിൽ നമ്മുടെ ഒരാളുടെ വരുമാനത്തിൻ്റെ 1/5 ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കണം. അതിൽ നിന്ന് വേണം പൂജാരിമാർക്ക് ദക്ഷിണ കൊടുക്കാൻ, അതിൽ നിന്ന് വേണം ആചാര്യന്മാർക്ക് ദക്ഷിണ കൊടുക്കാൻ, അതിൽ നിന്ന് വേണം ക്ഷേത്രാലങ്കാരത്തിന് ഉപയോഗിക്കാൻ, പൂരം നടത്താൻ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ സ്വമുഖം കൊണ്ട്, കാരണം ഒരു നാമം നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പരശതം വെയിൻസ് ത്രസിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ശരീരം എന്താണെന്നാ പറയുക, രോഗവിമുക്തമാവും, പാപങ്ങളില്ലാത്തൊരവസ്ഥയാവും. അപ്പോൾ നമ്മൾക്ക് ആനന്ദം അനുഭവിക്കാറാവും. അത് പെൻഡ്രൈവറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് ജോലി ചെയ്യുമ്പോൾ നാമം ചെല്ലാലോ. നാമം ചെയ്യാൻ നാമം വേണ്ട, ശബ്ദം വേണ്ട, മനസ്സിൽ ചെല്ലാം. ഞാനിപ്പോൾ നാരായണ ധാരാളം ചൊല്ലി ഞാൻ തല കൊണുക്കണേ, ഞാൻ മിണ്ടാണ്ടിരിക്കാം, എന്നാലും ചെറിയ എനിക്ക് ഉള്ളിൽ നാമം ചെല്ലാം. അപ്പോൾ അതിൻ്റെ ഗുണം അറിഞ്ഞാലേ നമ്മൾ ആ വഴി സ്വീകരിക്കൂ. അപ്പോൾ ഭാഗവതത്തിലുള്ള ഒരു പദ്യമോ അതിൻ്റെ അർദ്ധാംശമോ ഒരു പാദമോ സ്വമുഖത്താൽ തന്നെ ഉച്ചരിക്കുക. പരഗതിയെ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, എന്താ പരഗതി എന്ന് പറഞ്ഞാൽ, മുമുക്ഷും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭാഗവത പഠനം തന്നെ സുഗമവും പരവുമായ ഉപായം, മുമുക്ഷത്തിലേക്കുള്ള ഉപായമാണ്. അതിനി ദ്വിതീയ സ്കന്ധത്തിൽ കുന്തിദേവി പറയും, എനിക്ക് അങ്ങ് എന്താണ് പറയുക, എപ്പോഴും ദുഃഖത്തെ തരൂ. എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് കൃഷ്ണൻ ചോദിക്കുകയാണ് കുന്തിദേവിയോട്. അപ്പോൾ കുന്തിദേവി പറഞ്ഞു, എപ്പോഴൊക്കെ ദുഃഖം ഉണ്ടാവണോ അപ്പോൾ ഞാൻ കൃഷ്ണ 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 വിളിക്കും, അപ്പോഴൊക്കെ അങ്ങ് വന്ന് എന്നെയും എൻ്റെ മക്കളെയും സമാധാനിപ്പിക്കണു, കൗരവന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷിക്കണു. ഇതിനേക്കാൾ മീത് എന്താ വേണ്ടത്? അപ്പോൾ ഭഗവാനെ കളിയാക്കി വിളിച്ചാലും അവൻ്റെ ഒരു നാരായണ എന്ന് പറഞ്ഞാൽ ആ പരിഹസിച്ച നാരായണ ഇവന് ഒരു പെൺതൂവലായിട്ട് മാറും. ഭഗവാൻ പറയുന്നുണ്ട്, ദേഷ്യത്തോടു കൂടിയോ പരിഹസിച്ചുകൊണ്ടോ കളിയാക്കിക്കൊണ്ടോ വിളിച്ചാലും ഗുണമുണ്ട്. പക്ഷേ 100 വർഷം അർത്ഥമറിയാണ്ട് വായിക്കണതും 1 പ്രാവശ്യം അർത്ഥം അറിഞ്ഞ് വായിക്കണതും കൂടി വ്യത്യാസമുണ്ട്. ഇപ്പോൾ മരുന്ന് കഴിക്കണവർക്കൊക്കെ അതിൻ്റെ കോമ്പിനേഷൻ ഇൻഗ്രീഡിയൻസ് അറിഞ്ഞിട്ടല്ല, അവർക്ക് അസുഖം മാറുന്നുണ്ട്, പിന്നെ അവർക്ക് പിന്നെയും അസുഖം വരുന്നുണ്ട്. പക്ഷേ ആയുർവേദത്തിൽ പറയുന്ന രീതിയിലുള്ള ആഹാരവും നമ്മുടെ നിത്യജീവിതവും നമ്മുടെ സ്വഭാവവും രൂപകൽപ്പന ചെയ്താൽ ആ വ്യക്തിക്ക് ആരോഗ്യത്തിന് യാതൊരു മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരില്ല. ഇനി 34, 35, 36 3 ശ്ലോകങ്ങൾ ഒന്നായിട്ടാണ് പറയണത്. അതെന്താ? വേദമാതാച പൗരുഷം സൂക്തമേവചാം ത്രയീ ഭാഗവതം ചൈവ ദ്വാദശാക്ഷരമേവച ദ്വാദശാത്മാ പ്രയാഗശ്ച കാലസംവത്സരാത്മകാം ബ്രാഹ്മണാശ്ച അഗ്നിഹോത്രം ച സുരഭിർദ്വാദശീ തഥാ തുളസീ ച വസന്തശ്ച പുരുഷോത്തമയേവ ച ഏതേഷാം തത്വത പ്രാജ്ഞൈ ന പൃഥക് ഭാവയിഷ്യത്തെ. 3 ശ്ലോകങ്ങൾ അതിമനോഹരം. വേദാതിർവേദമാതാച പൗരുഷം സൂക്തമേവ ച ത്രയീ ഭാഗവതം ചൈവ ദ്വാദശാക്ഷരമേവ ച ദ്വാദശാത്മാ പ്രയാഗശ്ച കാലസംവത്സരാത്മകാ ബ്രാഹ്മണാശ്ച അഗ്നിഹോത്രം ച സുരഭിർദ്വാദശീ തഥാ. വായിക്കണത് നിങ്ങൾ ഗ്രന്ഥം നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവും. ഇപ്പം ഞാൻ വായിച്ചാൽ ദ്വാദശാത്മാ പ്രയാഗശ്ച കാലസംവത്സര ആത്മകാ തുളസീ ച വസന്തശ്ച പുരുഷോത്തമയേവ ച ഏതേഷാം തത്വത പ്രാജ്ഞൈ ന പൃഥക് ഭാവയിഷ്യത്തെ. അപ്പോൾ നിങ്ങളിതൊന്നും വായിക്കുമ്പോൾ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെയാണ് നീട്ടണത്, എന്താണ് കാരണം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഒരു 2-3 പേജ് ഫോളോ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടെങ്കില്ല. ഈ 3 ശ്ലോകം കൂടി അർത്ഥം പറഞ്ഞത്,
വേദങ്ങളുടെയും ആദിയായ പ്രണവം ഓങ്കാരം. വേദങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ളതാണ് പ്രണവം. ഈ പ്രണവം എന്ന് പറഞ്ഞാൽ എന്താ? ഓങ്കാരം. ആ ഓങ്കാരം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അതിന് ഒരു വിദ്യ പറയാം. എങ്ങനെയാ അതറിയാം? കൈത്തണ്ടയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പം കാണാം ഓം 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 ടിങ് 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 ഒരു ശബ്ദം. അത് ഇനിയിപ്പോൾ സഭയിൽ അസഭയില്ല, ഭർത്താവാണ് കൈത്തണ്ടയിൽ കിടക്കണം വിചാരിക്കുക. നമ്മുടെ ഹൃദയമെടുപ്പ് അദ്ദേഹത്തിന് മനസ്സിലാവും. ആ ഹൃദയമെടുപ്പ് തന്നെയാണ് ഓങ്കാരം. ഓം ഓം ഓം. എത്ര അമ്മയെ വിളിക്കാത്തവനും ഒരു 3-4 പ്രാവശ്യം ലൂസ് മോഷനായ കക്കൂസിലിരുന്ന് വിളിക്കും, അമ്മേ. അതാണ് സത്യം. അതാണ് സത്യം. ആ സത്യത്തിനെ നമ്മൾ ബോധപൂർവം മറയ്ക്കണം. മായ നമ്മൾ തന്നെയാണ്. കാരണം അഹം ബ്രഹ്മാസ്മി ഞാനാണെങ്കിൽ മായ എൻ്റെ അല്ലേ? ആലോചിച്ച് നോക്കൂ. എത്രയോ കുട്ടികൾ അമ്മയോട് നുണ പറയാത്ത ആൾക്കാരുണ്ട്. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ ആദ്യം അമ്മയോടെ നുണ പറയാം. അതങ്ങനെയാണ്. അത് ആണായാലും ശരി പെണ്ണായാലും ശരി. ഐ ആം സോറി. അതാണ് സത്യം. വേണമെങ്കിൽ ഞാനടക്കുന്നത് നിങ്ങൾക്ക് വിചാരിക്കാം. ക്വൈറ്റ് നാച്ചുറൽ. പക്ഷെ ആ പാപം നമ്മൾ കേൾക്കാതെ കണ്ടിരിക്കും. ഭാഗവതം പഠിക്കണം. എന്നിട്ടോ മനസ്സിൽ അമ്മോട് നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളക്ക് കൊളത്തട അമ്മേ, ഇതിപ്പോൾ ഒരു പുതിയ ജീവിതമാണ് എൻ്റെ. അപ്പോൾ 2 കൂട്ടർക്കും അറിവും ബോധവും വരണ വരെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അമ്മ പൊറുക്കണം. കടപ്പമ്പതുകാവ് അമ്മയോട് പറയാം, അവരവരുടെ അമ്മയോട് പറയാം, ദേവി ദേവന്മാരോട് പറയാം. ഇനി അച്ഛൻ ഇല്ലാത്തവരാണെങ്കിൽ ആകാശം നോക്കിയിട്ട് അച്ഛനോട് സംസാരിക്കുക. ഭൂമിദേവിയെ നോക്കിയിട്ട് അമ്മയാണെന്ന് വിചാരിച്ച് സംസാരിക്കുക. സംസാരഭാരം നമ്മൾക്ക് മനസ്സിൻ്റെ വൈകല്യങ്ങളില്ലായ്മ ചെയ്യും. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാം. ഇതൊക്കെ ഒരു ട്രിക്കാണ് പ്രശ്നമല്ലേ. അപ്പോൾ വേദങ്ങളുടെയും ആദിയായ പ്രണവം ഓങ്കാരം, വേദമാതാവായ ഗായത്രി മന്ത്രം, സഹസ്രശീർഷ പുരുഷ ഇത്യാദി 16 മന്ത്രങ്ങളടങ്ങിയ പുരുഷ സൂക്തം. ശ്രദ്ധിക്കുക. ഋഗ്വാദികളായ 3 വേദങ്ങൾ, ഭാഗവതം, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 അക്ഷരസ്വരൂപമായ മന്ത്രം, ശ്രീ സൂര്യൻ, പ്രയാഗമെന്നു പേരായ തീർത്ഥരാജൻ, സൽവത്സരാരംഭമായ കാലം, ബ്രാഹ്മണര്, അഗ്നിഹോത്രം, കാമധേനു. കാമധേനു പശുക്കളുടെ അമ്മ. കാമധേനു, ദ്വാദശി എന്ന തിഥി. ദ്വാദശി ഏകാദശിയേക്കാൾ പ്രത്യേകമാണ് ദ്വാദശിക്ക് പാരണ നീട്ടുക. മനസ്സിലായോ? അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിഥി. അപ്പോൾ ദ്വാദശി എന്ന തിഥി തുളസി സാക്ഷാൽ മഹാവിഷ്ണുവിന് താമരയേക്കാൾ ഇഷ്ടമാണ് തുളസി. മനസ്സിലായോ? തുളസി. വസന്ത ഋതു, 6 ഋതുക്കളിൽ വസന്ത ഋതു. ഭഗവാൻ ശ്രീനാരായണൻ. ഈ 16 പേർക്കും അന്യോന്യ ഭേദമില്ലെന്നാണ് വിദ്വാൻമാരുടെ അഭിപ്രായം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ ഇവിടെ ഈ 3 ശ്ലോകത്തിലും കൂടി 16 ആൾക്കാരെ പറ്റി പറയണ്ടായി. അതൊന്നുകൂടി പറയാം. വേദങ്ങളുടെയും ആദിയായ പ്രണവം, വേദമാതാവായ ഗായത്രി മന്ത്രം, പുരുഷ സൂക്തം, 16 മന്ത്രങ്ങളടങ്ങിയ അത് പറഞ്ഞു. ഋഗ്വാദികളായ 3 വേദങ്ങൾ. അപ്പോൾ 1, 2, 3. അതിൽ അഥർവവേദം കൂട്ടിയിട്ടില്ല. അതാണ് അതിൻ്റെ സൂത്രം. അത് മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പോൾ 6 അത് കഴിഞ്ഞിട്ട് ഭാഗവതം 7. പിന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 അക്ഷര സ്വരൂപമായ മന്ത്രം, ശ്രീ സൂര്യൻ, പ്രയാഗമെന്നു പേരായ തീർത്ഥരാജൻ, സൻവത്സരാരംഭമായ കാലം, ബ്രാഹ്മണർ, അഗ്നിഹോത്രം, കാമധേനു, ദ്വാദശി എന്ന തിഥി, തുളസി, വസന്ത ഋതു, ഭഗവാൻ ശ്രീ നാരായണൻ. ഇങ്ങനെ 16 പേര് ഉണ്ടതിൽ.
അതിൽ ഞാൻ ഒരാളെ തന്നെ 2-3 പ്രാവശ്യം കൂട്ടി, അതുകൊണ്ടാണ്. അപ്പോൾ 16 ആൾക്കാരെ ഭേദമില്ല. അപ്പോൾ നിങ്ങൾ നാരായണനെ പൂജിച്ചിട്ടില്ലെങ്കിലും തുളസീനെ ബഹുമാനിക്കുക. ഇപ്പോൾ അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരു തുളസിയുടെ ഇല പ്രസാദം കൊടുത്തത് ആരെങ്കിലും അറിയാണ്ട് താഴ്ത്തു വീണുണ്ടാവും. അതിനെ ചവിട്ടരുത്, അതിനെ എടുക്കൂ. അതിനെ എടുത്ത് എന്താ പറയുക, പൊടിയൊക്കെ തട്ടിയിട്ട് ഒന്ന് ഘ്രാണിക്കൂ. ആർക്കാണ് പ്രസാദം കൊടുത്തത് അവർ വേണ്ട മാതിരി ഘ്രാണിച്ചിട്ടുണ്ടാവില്ല. അതിനെ 2 കണ്ണിലും ഒന്ന് ഉമ്മ വെപ്പിക്കുക, അങ്ങനെ തന്നെ മുത്താന്ന് തന്നെ പറയാം. എന്നിട്ട് അവരവരുടെ ശിരസിലോ ചൂടരുതെന്ന് പറഞ്ഞത് പൂമാലയാണ്. ഒരു സ്ത്രീ ചൂടിയ പൂമാല വേറൊരു സ്ത്രീ ചൂടാൻ പാടില്ല. പക്ഷേ പ്രസാദം അങ്ങനെയല്ല. ഇനി അതിൻ്റെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു. എൻ്റെ പുഷ്പാഞ്ജലി പ്രസാദം കിട്ടിയില്ലല്ലോ, അങ്ങനെ പറയരുത്. പുഷ്പാഞ്ജലി പ്രസാദം കിട്ടിയവരിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചാൽ അവരുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അത് പ്രത്യക്ഷ ദൈവാനുഗ്രഹമാണ്. പൂജാരി ബിംബത്തെ നോക്കിയിട്ടാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഇത് സ്വയം ചൈതന്യവത്തായ ഒരാൾ, പ്രത്യേകിച്ച് നമ്മളെക്കാൾ സമൂഹത്തിൽ സ്ഥാനമില്ലാത്ത ആൾക്കാരിൽ നിന്ന് നിങ്ങൾ പ്രസാദം വാങ്ങി നോക്കൂ. അതിൻ്റെ എഫക്റ്റ് 100 ഇരട്ടിയാണ്. കാരണം എന്താ, അവർക്കറിയാം നമ്മൾ അവരെക്കാൾ മീരെയാണ് എന്നുള്ളത്. പക്ഷേ അവരുടെ കൈ പിടിച്ച് അവരുടെ കയ്യിലുള്ള പ്രസാദം നമ്മളെടുത്ത് സ്വീകരിക്കുക, ഘ്രാണിക്കുക, ചെവിയിൽ വെച്ചാൽ അവർക്ക് ഇമ്മീഡിയറ്റ് എഫക്റ്റാണ്. 10 പൈസ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ 10 ആളെ നമ്മൾ നമ്മുടേതാണ് എന്നുള്ള ഭാവത്തിൽ പെരുമാറിയാൽ അവരുടെ പ്രീതി മഹാവിഷ്ണുവിന്. അവരുടെ ഉള്ളിൽ ആരായിരിക്കണത്? മഹാവിഷ്ണു. അപ്പോൾ മഹാവിഷ്ണു പ്രീത്യർത്ഥം നിങ്ങൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും മഹാവിഷ്ണു പ്രീത്യർത്ഥം എന്ന് പറഞ്ഞിട്ട് ഈ വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ 10 ആളെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു. എപ്പോഴും താണ നിലത്തെ നീരോടും. ഭക്തി ഭഗവാനിൽ നിന്ന് നമ്മൾക്ക് ഒഴുകി വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനേക്കാൾ താഴണം. ഏതൊരു മൂർത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ തല കുനിക്കണത് എന്തിനാ? എനിക്ക് അഹങ്കാരം ഇല്ല എന്നാക്കാനാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ തല കുനിച്ചാൽ മാത്രം പോരാ, അഹങ്കാരം കുറഞ്ഞു എന്ന് നമുക്ക് തോന്നണം. ഇറ്റ് ഈസ് സോ സിമ്പിൾ. എൻ്റെ ഭവനം, ഞാൻ ഈ ഫോണ് നോക്കി സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഇതിൽ പറയുന്ന ഈ ഗംഗ, കാവേരി, യമുന എന്നൊക്കെ പറയണ്ടല്ലോ, അല്ലെങ്കിൽ പ്രയാഗം, തീർത്ഥസ്നാനങ്ങളൊക്കെ പറയണ്ടല്ലോ, അവിടേക്ക് എത്തും. അതേപോലെ നിങ്ങളുടെ മനസ്സും എത്തും. കാരണം എന്താ, അവരവരുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിനറിയാം ഏതാണ് പുണ്യസ്ഥലങ്ങൾ, ഏതാണ് പാപസ്ഥാനങ്ങൾ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഭേദഭാവന പാടില്ല. പശുവിനെ അടിക്കാതെ കണ്ട്, പശുവിനെ അടിക്കാൻ പാടില്ല. കാരണം പശുവിൻ്റെ എല്ലാ ഭാഗങ്ങളും വർമ്മങ്ങളാണ്. നമ്മുടെ ഇടയിൽ നമ്മൾ അറിയാതെ കണ്ട് ചിലപ്പോൾ ചില നമ്പൂതിരിമാരെ കളിയാക്കും. അത് തെറ്റാണ്. കാരണം എന്താ, നമ്പൂതിരിക്കറിയാം ഈ പശുവിനൊക്കെ വർമ്മന്ന്. അതിപ്പോൾ കിട്ടും വടിയെന്നേ അവർ പറയുള്ളൂ. വടി ഓങ്ങും അവർ, അടിക്കില്ല. ബുദ്ധിയുള്ളവർ കേട്ടോ. ഇനിയിപ്പോൾ അവരെല്ലാം കശ്മലത്വം ഉണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നമ്മളും കശ്മലത്വന്മാരായില്ലേ. പശുവിനെ ആരൊക്കെ അടിക്കണു, പശുവിനെ ആര് കൊന്ന് തിന്നണു, അവരുടെയൊക്കെ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞ 16 പ്രത്യക്ഷത്തിൽ നാരായണൻ എന്നുള്ളത് ഒഴിവാക്കിയാൽ പിന്നെ ഉള്ളതൊക്കെ വസ്തുക്കളല്ലേ. ആ വസ്തുക്കൾക്കും സൂക്ഷ്മരൂപം, മനുഷ്യരൂപം എടുക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ നമ്മൾക്കതിൽ വിശ്വാസം വേണ്ടേ? ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കോഴി നമ്മുടെ മരിച്ചുപോയ അച്ഛനാണോ, ഭാര്യയാണോ, ഭർത്താവാണോ, മരിച്ചുപോയ മകനാണോ എന്ന് നമുക്കറിയാൻ പറ്റുമോ? എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവും എൻ്റെ ആത്മാവും ഒന്നാണെങ്കിൽ മാത്രമല്ലേ നമ്മൾക്ക് ആർദ്രത ഉണ്ടാവുന്നുള്ളൂ. ഇതാണ് ഭാഗവതം. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലാണ്ട് കൈകൊട്ടിക്കളിയോ തിരുവാതിരക്കളിയോ തുന്നൽ പിരിയോ ഒന്നുമല്ല. അതൊക്കെ ചെയ്യണത് അറിവില്ലായ്മ കൊണ്ടാണ്. ഭാഗവതം വായിച്ചാൽ തീരില്ല.
അപ്പം ഞാൻ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും എനിക്ക് ഉണ്ടാകുന്ന അനുഭവ സമ്പത്ത് വളരെ വലുതാണ്. ഈ തിരുവാതിരക്കളിയും ഈ സിനിമാറ്റിക് ഡാൻസിൽ നിന്നും കിട്ടതിനേക്കാൾ ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം ഞാൻ അനുഭവിക്കുകയാണ്. അതാണ് നിങ്ങൾ അനുഭവിക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ 16 പേർക്കും അന്യോന്യ ഭേദമില്ലെന്നാണ് വിദ്വാൻമാരുടെ, ഭഗവാൻ ഗീതയിൽ ഇങ്ങനെയല്ലേ പറയുക, അർജുന ഇങ്ങനെയാണ് വിദ്വജ്ജനങ്ങൾ പറഞ്ഞിട്ടുള്ളത്, നിനക്ക് വേണ്ടത് സ്വീകരിക്കാം. അളിയ നീ ഇന്നതെ സ്വീകരിക്കാൻ പാടുമെന്ന് ഭഗവാൻ എപ്പോഴെങ്കിലും ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ? അളിയൻ അത് വേറെ കാര്യം. ഭക്തനാണോ? അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ശ്ലോകം 37. യശ്ച ഭാഗവതം ശാസ്ത്രം വാചയേത് അർത്ഥതോ അനിശം ജന്മകോടികൃതം പാപം നശ്യതേ ന അത്ര സംശയമില്ല എന്നാണ് പറഞ്ഞത്. പാപം നശിക്കുന്നുള്ളതിന് സംശയമില്ല എന്നാണ്. അപ്പോൾ അതിന് പരിഹാരക്രിയൊന്നും വേണ്ട. പരിഹാരക്രിയ വേണമെന്ന് പറയുന്നത് കാശിന് വേണ്ടിയിട്ടാണ്. പരിഹാരക്രിയ ഭാഗവതാണ്. അതുകൊണ്ടാണ് സോകാൾഡ് ബ്രാഹ്മിൻസ്, എത്രയോ ആചാര്യന്മാരുണ്ട്, ഒരാൾ നിങ്ങൾക്കിത് പറഞ്ഞു തരില്ല. കാരണം എന്താ? എനിക്കിതിൽ നിന്നൊന്നും നേടാനില്ല. ഞാനെല്ലാം നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഞാനെല്ലാം നേടി. എന്ത് നേടി? നല്ല സത്പേര്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ ഏറ്റെടുത്ത് നടത്തി തന്നിട്ടുണ്ട്. ഐ ആം നോട്ട് ജോക്കിങ്. യു ക്യാൻ ക്വസ്റ്റ്യൻ മീ. ഞാൻ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ യശ്ച ഭാഗവതം ശാസ്ത്രം, ഏതൊരുവൻ എവിടെയാണ് ഭാഗവത ശാസ്ത്രം വാചയെ അർത്ഥതോ അനിശം, അർത്ഥമറിഞ്ഞ്, അനിശം എന്ന് പറഞ്ഞാൽ കഴിക്കാന്ന് അർത്ഥമുണ്ട്. കഴിക്കാന്ന് പറഞ്ഞാൽ അനുഭവിക്കുക. ജന്മകോടികൃതം പാപം നശ്യതേ ന അത്ര സംശയ. ഒരു സിമ്പിൾ. ഏതൊരുവൻ ഭാഗവത ശാസ്ത്രത്തെ അർത്ഥത്തോടുകൂടെ പ്രതിദിനം വായിപ്പിക്കുന്നുവോ, ഇതിപ്പോൾ നിങ്ങൾ എന്നെ കൊണ്ട് വായിപ്പിക്കുക ചെയ്യണത്, എൻ്റെ നാട്ടുകാർ അതിനൊരു നിമിത്തം മാത്രം. ഇന്നലെ ഞാനൊരു എപ്പിസോഡ് കയറ്റി, പക്ഷേ അത് വീഡിയോ വർക്കൗട്ടായിട്ടുണ്ടായിരുന്നില്ല, വെറും ശബ്ദരേഖ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ നാട്ടുകാർ എനിക്ക് ഫോൺ ചെയ്തു, രാജേട്ടാ ഇത് അറിയാണ്ട് പറ്റിയതാണോ? ഇന്നലെ കാലത്ത് ഞാനൊന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ശേഷം മണിക്കൂറിൻ്റെ, പിന്നെ ഇതുകൂടി ആയപ്പോൾ അവർക്ക് തോന്നി ഞാൻ റിസർവ് വെക്കേണ്ടത്, എനിക്കങ്ങനെ റിസർവ് വെക്കേണ്ട ആവശ്യമില്ല. എന്താ സമയം ഞാൻ പറയാം. നാളേക്ക് ഞാനുണ്ടാവും. ഞാൻ അറം പറ്റാൻ വേണ്ടി പറയല്ല കേട്ടോ. ഒരു എപ്പിസോഡ് എനിക്ക് വായിക്കണം തോന്നി, പറയണമെന്ന് തോന്നി, അതിന് സമയം ഉണ്ടാക്കി തരുന്നതാരാ? ഭഗവാൻ. ഉടനെ ഭഗവാന്റെ രൂപമായ നിങ്ങൾക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തു. പക്ഷേ കഷ്ടകാലത്തിന് ട്രാക്ക് മാത്രമേ വന്നുള്ളൂ, വീഡിയോ ഒന്നുമില്ല. അവർ പറഞ്ഞപ്പോൾ ഉടനെ ഞാൻ എന്ത് ചെയ്തു, രണ്ടാമത് അപ്ലോഡ് ചെയ്തു. അതുകൊണ്ട് എനിക്കിത് ഡിലീറ്റ് ചെയ്യാനും അറിയില്ല. അത് ഡിലീറ്റ് ചെയ്താൽ രണ്ടും പോവും, കാരണം ഒരേ കണ്ടൻസാണ്. അപ്പം ഭാഗം 27 വീഡിയോയിൽ പിന്നെ യൂട്യൂബിൽ 2 കിടക്കുകയാണ്. കിടന്നോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ആൾക്കാർ ഞാൻ മണ്ടനാന്ന് വിചാരിക്കും. ഞാൻ മണ്ടനാണ്, ഞാൻ ഏറ്റു. പക്ഷേ എൻ്റെ ഉദ്ദേശശുദ്ധി നിങ്ങളിൽ എത്തിക്കുക, അത്രയേ ഉള്ളൂ ഉദ്ദേശമുള്ളൂ. അതിൻ്റെ ഗുണം എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏതൊരുവൻ ഭാഗവത ശാസ്ത്രത്തെ അർത്ഥത്തോടുകൂടെ പ്രതിദിവസം വായിപ്പിക്കുന്നുവോ. ഈ സപ്താഹം നടത്തുന്നത് വായിപ്പിക്കലാണ്. അവിടെ 7 ദിവസം കൊണ്ട് ഇത് പറഞ്ഞാൽ തീരില്ല. അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ ഒരു കാര്യസാധ്യ പുഷ്പാഞ്ജലി, ഒരു ഉണ്ണിയൂട്ട്, ഒരു കുചേലഗതി. വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. ഈശ്വരനെ അനുമോദിക്കുന്നതിന് പകരം ഈശ്വരനെ അനുകരിക്കല്ലേ നമ്മൾ പാപമല്ലേ ചെയ്യണത്? എത്ര ആൾക്കാർ യജ്ഞവേദിയിൽ നമസ്കരിക്കുന്നുണ്ട്. വരുമ്പോൾ നമസ്കരിക്കണം, പോകുമ്പോൾ നമസ്കരിക്കണം, ഊണ് കഴിക്കാൻ പോകുമ്പോൾ നമസ്കരിക്കണം, ഊണ് കഴിച്ച് വന്നാൽ നമസ്കരിക്കണം, കാലത്ത് ടിഫിൻ കഴിക്കാൻ പോണതിൻ്റെ മുമ്പ് നമസ്കരിച്ചിട്ടേ പോകാൻ പാടും, വന്നാൽ നമസ്കരിക്കണം.
എത്ര ആൾക്കിതറിയാം? ആചാര്യന്മാരും പൗരാണികരും പൂജകനും ഒക്കെ ഇങ്ങനെ ചെയ്യണം. കാരണം ആരും ആരെക്കാളും മീതല്ല. അപ്പം ഈശ്വരൻ, നമ്മൾ ഈശ്വരാംശമാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. പക്ഷെ മറ്റുള്ള ബ്രഹ്മത്തിനെ കണ്ടു നടിക്കണ്ടേ നമ്മൾ? ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്കൊരാളെ കണ്ടാൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ഫോൺ നമ്പറോ നമ്മുടെ വീടിൻ്റെ ആധാരോ നമ്മുടെ മനസ്സൊന്നും കൊടുക്കണ്ട. ഒന്ന് ചെറിയ നമസ്കാരം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ. കുട്ടികളെ കണ്ട നമസ്കാരം. അവർ പ്രതിവചിച്ചിട്ടില്ലെങ്കിൽ അവരോട് പറയണം, സല്യൂട്ട് ചെയ്താൽ സല്യൂട്ട് മുടക്കി തരണം. അപ്പോൾ ഇത് സല്യൂട്ടേഷനാണ് നമസ്കാരം. ഇതാണ് നമ്മുടെ സ്വഭാവത്തെ മാറ്റിമറിക്കുന്നു പറയണത്. അപ്പോൾ യശ്ച ഭാഗവതം ശാസ്ത്രം വാചയേത് അർത്ഥതോ അനിശം ജന്മകോടികൃതം പാപം നശ്യതേന അത്ര സംശയ. ഏതൊരുവൻ ഭാഗവത ശാസ്ത്രത്തെ അർത്ഥത്തോടുകൂടെ പ്രതിദിവസം വായിപ്പിക്കുന്നുവോ അവൻ്റെ കോടി ജന്മങ്ങളിലുള്ള പാപങ്ങളും നശിക്കും എന്നതിൽ സംശയമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്യാപ്സ്യൂൾ ഇവിടെ നിർത്തുകയാണ്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് നിങ്ങളോട് ഒരു വിനന്തി, ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ റിക്വസ്റ്റ്? നമ്മൾ സേവ് ചെയ്ത് വെച്ച ഓഡിയോ ക്ലിപ്പ് ഇടരുത്. ഓഡിയോ ക്ലിപ്പ് ഇടരുത്. നിങ്ങൾക്ക് എല്ലാം കൂടി ഒരു ദിവസം ഇടാൻ സാധിച്ചില്ലേ? 4 മന്ത്രം, 4 ഹരേ രാമ ഹരേ രാമ ദിവസേന ചൊല്ലു, ദിവസേന ഇടൂ. വേണമെങ്കിൽ രാഗം ഒന്ന് മാറ്റി പിടിച്ചോളൂ. രാഗമുണ്ട് അല്ലേ? അനുരാഗം അല്ലേ? നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുക എപ്പോഴും ഒരേ മാതിരിയാണോ? അത് സ്റ്റീരിയോ ടൈപ്പ് ആവും. അതിൽ ഇത് തോന്നും. അപ്പോൾ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒരു ദിവസം ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ മാറ്റി പറഞ്ഞോളൂ. അപ്പോൾ ഈ പറച്ചുപെറ്റ് പന്തരുകുലത്തിൽ പാക്കനാരുടെ ഒരു കഥ കൂടി പറഞ്ഞു തരാം നിങ്ങൾക്ക്. പാക്കനാരുടെ അച്ഛൻ്റെ ശ്രാദ്ധത്തിന് അദ്ദേഹത്തിൻ്റെ, അതായത് ഈ പാക്കനാരുടെ മൂത്ത സഹോദരനായിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ ഇല്ലത്തെത്തി ഇദ്ദേഹം. അപ്പോൾ കാലത്ത് നിർത്തിയെത്തി. അപ്പോൾ ഏട്ടത്തിയമ്മയോട് ചോദിച്ചു, ഏട്ടൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അല്ല, തേവാരം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഗണപതി ഹോമമാണ്. അങ്ങനെ ഉച്ചയാവണവരെ ഏട്ടനെ കാണില്ല. ഏട്ടനോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ അതാ നവഗ്രഹ പൂജ ചെയ്യുകയാണ്, ഇപ്പോൾ ലക്ഷ്മീനാരായണ പൂജയാണ്, ഇപ്പോൾ വിഷ്ണു പൂജയാണ്, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരും. ഇദ്ദേഹം എന്ത് ചെയ്തു? കയ്യിൽ പേനക്കത്തി ഉണ്ട്. ആ പേനക്കത്തി കൊണ്ട് ഗോട്ടി കളിക്കുമ്പോൾ നമ്മൾ കുഴി കുഴിക്കും പണ്ടത്തെ കാലത്ത്. അതേപോലെ ഒരു 10-100 കുഴി ഇങ്ങനെ കുഴിച്ച് വെച്ചു. ഏട്ടൻ ഒരു 11:45 എല്ലാ പൂജയും കഴിഞ്ഞ് വന്നു നോക്കിയപ്പോൾ എന്താ അത് കഥ? ആരാ ഈ തോന്നിവാസം ചെയ്ത്? അതിപ്പോൾ വേറെ ആരുമല്ല, നിങ്ങളുടെ അനിയൻ തന്നെയാണ്. ഒന്നകത്തുള്ള ആൾ പറഞ്ഞു എന്നാ. അപ്പോൾ എന്താടോ ഇതിൻ്റെ അർത്ഥം? എന്താപ്പത്? അപ്പോൾ ചോദിച്ചു, അല്ല ഏട്ടനെ ഇപ്പം എങ്ങനെ ഞാൻ പറഞ്ഞ് ബോധിപ്പിക്കുക? എന്താ പറയൂ? അല്ല ഏട്ടൻ എന്താ തോന്നണേ? എടോ, ഈ കുഴിയെല്ലാം ഒരു സ്ഥലത്താണ് കുഴിച്ച് വിചാരിച്ചാൽ വെള്ളം കണ്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹം മറുപടി പറഞ്ഞു, എനിക്കും ഏട്ടനോട് ഇതാണ് പറയാനുള്ളത്. ഈ വ്യത്യസ്ത മൂർത്തികളെ ഒരു ദിവസം പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം എല്ലാറ്റിൻ്റെയും ബേസ് ആദിനാരായണനാണ് എന്ന് മനസ്സിലാക്കിയാൽ, എനിക്ക് വെള്ളം കണ്ടിരുന്നു എന്ന് പറഞ്ഞ മാതിരി അങ്ങക്ക് മുക്തി കരതലമായിരിക്കും എന്നൊരു കാച്ചി. ഇപ്പോൾ നമ്മൾ ഭാര്യ വീട്ടിലാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിലും എവിടെ നിന്നും മേപ്പോട്ട് നോക്കിയാലും ചന്ദ്രനും സൂര്യനും ഒന്നേ കാണാനുള്ളൂ അല്ലേ? ഇനിയിപ്പോൾ ജപ്പാനിൽ പോയാലും ശരി,
ഓസ്ട്രേലിയയിൽ പോയാലും ശരി, പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിൽ പോയാലും ശരി, ഒരു സൂര്യനേ ഉള്ളൂ, ഒരു ചന്ദ്രനേ ഉള്ളൂ. വെള്ളം എല്ലാറ്റിനും സ്വാദൊന്നാണ്. ഇടിമിന്നലിന് ഒരേപോലെയാണ്, വായുസഞ്ചാരം ഒരേപോലെയാണ്, തീയ് ഒരേപോലെയാണ്. ആഫ്രിക്കക്കാർക്ക് തീയിൻ്റെ രൂപം വേറെ, എനിക്ക് വേറെ, അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഈ യൂണിഫോം എന്ന് പറഞ്ഞ അർത്ഥം, ഒരു സ്കൂളിലുള്ള കുട്ടികളെ കണ്ടാൽ തിരിച്ചറിയാം, എല്ലാവരും ഒരു സ്കൂളിലത്തെ യൂണിഫോം. ഇതാണ് ശാസ്ത്രബോധം കൊണ്ട് മനസ്സിലാക്കുന്നത്. ശാസ്ത്രബോധം ഇല്ലെങ്കിൽ നമുക്കിതൊന്നും മനസ്സിലാവില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നു. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം നമ്മളിലുള്ള ചൈതന്യത്തിനെ മനസ്സിലാക്കി ശാരീരിക ക്ലേശം ഇന്നല്ലെങ്കിൽ നാളെ മാറിക്കിട്ടില്ല. ശാരീരിക ക്ലേശം കൂടെയുള്ളൂ. ശാരീരിക ക്ലേശം ഉണ്ടാവുമ്പോൾ തന്നെ ആത്മീയ ധ്യാനത്തിൻ്റെ മഹിമ കൊണ്ട് ഈശ്വരൻ ഒന്നേ ഉള്ളൂ, സാർവത്രികമായി എല്ലാവരിലുമുള്ള ഈശ്വരൻ ഒന്നാണെന്നുള്ള ബോധം ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇത് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.